ഹായ്. അപ്പോൾ എനിക്കൊരു ഓർഡർ വന്നിരുന്നു, ഒരു ഹാൻഡ് മെയ്ഡ് ഫാദേഴ്സ് ഡേ ഹാമ്പറിന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ബോക്സാണ് ഞാൻ ഒന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു A3 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ക്രാഫ്റ്റ് ഷീറ്റാണ്, ബ്രൗൺ പേപ്പർ എന്നൊക്കെ പറയും. മെഷർമെൻറ്റ്സൊക്കെ ഞാൻ ഇതിൽ കൊടുക്കട്ടെ. ഇത് ഇത്തിരി തിക്ക് ഷീറ്റ് ആയതുകൊണ്ട് ഫോൾഡ് ചെയ്യാൻ ഇത്തിരി പണിയായതുകൊണ്ട് ഞാൻ ഒരു മെറ്റലിൻ്റെ സ്കെയിൽ എടുത്തിട്ട് സ്കോർ ചെയ്യാണ്. എന്നിട്ടാണ് അതിനെ ഫോൾഡ് ചെയ്യൽ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ. അപ്പോൾ അതിൽ ആ മിഡിലത്തെ മെഷർമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് ചെയ്ത ആ ലൈനിൻ്റെ അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ലൈന് വരും. പിന്നെ അതുപോലെ തന്നെ മറ്റേ സൈഡത്തെ ലൈനിൽ അങ്ങോട്ടും ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ലൈന് കിട്ടും. അതാണ് ആ മിഡിൽ പോർഷനത്തെ ബോക്സ് വരുമ്പോൾ മടക്കാനുള്ളൊരു സംഭവമല്ലേ അത്. ഞാൻ A3 എടുത്തുകൊണ്ട് തന്നെ 16x16 ഇൻറ്റു തന്നെയാണോ പറയലറിയില്ല, 16 സ്റ്റാർ 16 ആണ് അതിൻ്റെ ഒരു ലെങ്ത്തും വിഡ്ത്തൊക്കെ വന്നത്. അപ്പോൾ A4 ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചെറുതായിട്ട് ഈ ഷീറ്റിൽ ലെങ്ത്ത് കൂടിയ ഭാഗത്ത് 2 എണ്ണമായിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അത് 2 എണ്ണം ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമ്മളവിടെ ഗ്ലൂ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആവും. അതിനിപ്പോൾ ഗ്ലൂ ചെയ്തില്ലെങ്കിൽ കുറച്ചിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇതിൽ നിൽക്കും. എനിക്കറിയില്ല പറയാനെങ്ങനെയെന്നറിയില്ല. അപ്പോൾ എല്ലാതും സ്കോർ ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തിക്കണേ. ഇനിയുള്ളത് കട്ട് ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന ഭാഗം ഞാൻ കാണിച്ചു തരാം. ഞാൻ കട്ട് ചെയ്തതിൻ്റെ ശേഷം കാണിക്കുന്നുണ്ട്, അപ്പോൾ മനസ്സിലാവും എവിടെയൊക്കെ കട്ട് ചെയ്യേണ്ടത്. ബോക്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിൽ ഫസ്റ്റ് കാര്യം തിക്ക് ഷീറ്റ് എടുക്കാൻ നോക്കുക. ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ കുറച്ച് പണിയാവും. പിന്നെ ഇവിടെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ട പോർഷൻസ് ഇതിൽ നല്ലപോലെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്ര കട്ട് ചെയ്യാനുള്ളൂ. ഇനി അടുത്തത് സ്റ്റിക്ക് ചെയ്യണ പണിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലെങ്ത്തുള്ള സൈഡിൽ ഞാൻ 2 എണ്ണം ആക്കിയിരിക്കണമെന്ന് പറഞ്ഞില്ലേ, 2 സൈഡ് ലൈൻ ഇട്ടിക്കണമെന്ന്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആവും. ഞാൻ പറയുന്നതിനെക്കാട്ടി വീഡിയോ കണ്ടാലേക്കാരം നിങ്ങൾക്ക് മനസ്സിലാവല്. അപ്പോൾ വീഡിയോ ഒന്ന് നോക്കിയിട്ടാ. പിന്നെ അത് സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള സാധനം അതിൻ്റെ മേലെ വെക്കുക. അങ്ങനെ 4 സൈഡും ഞാൻ അങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്ത്. ഇനിയുള്ളത് ബാക്കി ഇങ്ങനത്തെ പേപ്പേഴ്സാണ്. അത് നമ്മൾ ബാക്കിൽ ഗ്ലൂ ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. വീഡിയോയിൽ നല്ലപോലെ മനസ്സിലാവും കേട്ടോ. രണ്ടാമത്തായിട്ട് ബോക്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. അത് തെറ്റിയാൽ പിന്നെ ഒന്നിനും പറ്റില്ല. പിന്നെ നല്ലപോലെ വീഡിയോ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ സ്റ്റിക്ക് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ തെറ്റിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ. സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം എന്തെങ്കിലും ക്ലിപ്പ് വെച്ചിട്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് പ്രസ് ചെയ്താലും മതി. പിന്നെ ഉണങ്ങാൻ കുറച്ച് നേരം കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കേടരും. ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ശ്രദ്ധിക്കാൻ. അത് നല്ല സ്റ്റിക്കാവണ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. എന്നാലേ നല്ലപോലെ വൃത്തിക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരുമാതിരിയാവും, ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. പിന്നെ ഇതിന് ചാർട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം അതിനെ ഒരു 2 ലെയറാക്കി സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ ബോക്സിനായിട്ട് ഉപയോഗിക്കട്ടോ, അല്ലെങ്കിൽ തീരെ തിക്കല്ലാതിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നാലേ ഇത് കുറേ ആൾക്കാർക്ക് എത്തുള്ളൂ. ഈ ബോക്സ് സ്മോൾ ബിസിനസ് ചെയ്യുന്നതൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓർഡർ വന്നപ്പോൾ ചെയ്തതാണ്. ഇപ്പം ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കൊടുക്കട്ടോ ലാസ്റ്റിൽ. അപ്പോൾ ബോക്സ് ഇത്ര അയക്കണേ, ഇനി ലിഡിൻ്റെ അവിടെയും കൂടി സ്റ്റിക്ക് ചെയ്യാനുള്ളൂ. ബോക്സിന് കുറച്ചുകൂടി വിഡ്ത്ത് വേണമെങ്കിൽ അതിൻ്റെ ഓരോ സൈഡിലും ചെയ്ത ലൈൻസിൻ്റെ വിഡ്ത്ത് ഇത്തിരി കൂട്ടിയാൽ മതി, തിക്നെസ് ഇത്തിരി കൂടി കൂട്ടിയാൽ മതി. എല്ലാം സ്റ്റിക്കായി ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രം അടുത്തത് സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ക്ലിപ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തോ ഇതാ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനിയൊന്നുമില്ല, 1-2 പ്രാവശ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അങ്ങനെ നോക്കുക. അപ്പോൾ കസ്റ്റമറിന് അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യണ ആൾക്കല്ല, ഗിഫ്റ്റ് കിട്ടിയ ആൾക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. റിബണും പേപ്പേഴ്സോ അല്ലെങ്കിൽ ജിപ്സം ഫ്ലവറൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഭംഗിയാക്കുക വേണമെങ്കിൽ ഈ ഗിഫ്റ്റ് മേടിച്ചിട്ടോ ഉണ്ടാക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കണ്ടു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇത് നമുക്ക് കാർഡ്ബോർഡ് വെച്ചും ചെയ്യട്ടോ.
ഇതാവുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള വല്ല ഗ്ലൂവും വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടി വരും. അത്ര പ്രശ്നമാണ്. അതായിരിക്കും പ്രശ്നം. ഇനി വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ബൈ.